ജൈവ കൃഷിയിൽ അല്പം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ 100 മേനി വിളവ് തീർച്ചയായിട്ടും നമ്മുടെ ജൈവ പച്ചക്കറി കൃഷിയിൽ കിട്ടും. അത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാവണം. എല്ലാ പച്ചക്കറികൾക്കും ഒരേ വളമല്ല, ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ പയറിനാണെങ്കിൽ നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളമാണ് കൊടുക്കേണ്ടത്. മറ്റു വളങ്ങളെല്ലാം കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ പാവൽ, കോവൽ, പച്ചമുളക്, കരിവേപ്പ് എന്നിവയ്ക്ക് അയൺ കൂടുതൽ അടങ്ങിയ വളമാണ് കൊടുക്കേണ്ടത്. ചീര കൃഷിക്ക് പൊട്ടാഷ് തൊടാനേ പാടില്ല. പൊട്ടാഷ് അടുത്തുകൂടി പോകാൻ പാടില്ല. ചീരയ്ക്ക് പൊട്ടാഷ് പൂവ് ഇടാൻ ഉപകരിക്കുന്ന ഒരു വളമാണ്. പെട്ടെന്ന് പൂക്കാനും നിറയെ പൂക്കാനും ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്ടാഷ്. സാധാരണ നമ്മൾ ഉള്ളിത്തൊലി, പഴം ഇതിലൊക്കെയാണ് പൊട്ടാഷ് കൂടുതലായിട്ടുള്ളത്. തുടക്കത്തിലെ പച്ചക്കറി കൃഷി നല്ല രീതിയിൽ വിളവെടുത്ത് പോരണമെങ്കിൽ, നന്നായി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ കാർബൺ കൂടിയ വളങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ കരിയില കമ്പോസ്റ്റ്, ചാണകപ്പൊടിയൊക്കെയാണ് കാർബൺ കൂടുതലുള്ള വളങ്ങൾ, അതാണ് കൊടുക്കേണ്ടത്. ഇന്ന് ഞാനിവിടെ പറയുന്ന കുറച്ച് 3-4 ചില ടിപ്സുകളാണ്. ആ ടിപ്സുകൾ നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജൈവ കൃഷിയിൽ നല്ല വിളവെടുക്കാൻ പറ്റും. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് 365 ദിവസവും കഴിക്കാൻ പറ്റും. അങ്ങനെ വരുന്നതോടുകൂടി നമ്മുടെ അസുഖങ്ങൾ മാറും. ആശുപത്രി ബില്ല് കൊടുക്കേണ്ടാത്ത അവസ്ഥ വരും. സമാധാനപരമായിട്ട് വാർദ്ധക്യമൊക്കെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള നല്ല ടിപ്സുകളാണ് പറയുന്നത്. മുഴുവനും കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. താഴെ കുറച്ച് ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പച്ചക്കറി കൃഷിയെപ്പറ്റി എല്ലാം തികഞ്ഞ അറിവൊന്നും എനിക്കില്ലെങ്കിലും എനിക്കറിയുന്ന വിവരങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ അതൊരു മുതൽക്കൂട്ടായതുകൊണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. എന്നാൽ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കേണ്ട അടിസ്ഥാന വളം നിങ്ങൾക്കറിയാം. ചാണകപ്പൊടി, ഒരു കിലോ ചാണകപ്പൊടി, 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം എല്ലുപൊടി. ഇത്രയും സാധനമാണ് നമ്മൾ അടിസ്ഥാന വളമായിട്ട് കൊടുക്കുന്നത്. ചാരം അതിൻ്റെ കൂടെ ചേർക്കാറില്ല. കാരണം നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞ 3 വളങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ചാരം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ചാരം ചില ചെടികൾക്ക് പറ്റില്ല, ഉണങ്ങിപ്പോകും. അപ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ചാരം ചേർക്കില്ല. പിന്നീട് ചാരം ചേർക്കേണ്ട കൃഷി ഏതാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് വേറെ ചാരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണൊരുക്കുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ കള ഒന്നും പാടില്ല. ഈ കളകൾ ഒന്നും ഇതിൽ നിർത്താൻ പാടില്ല. എന്തെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ആ കളകളിൽ നിന്നാണ് ഈ വെള്ളീച്ച, കീടങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നത്. ഈ കളകളിൽ നിന്നാണ്. അപ്പോൾ കള ആദ്യം കളയുക. ഒരെണ്ണം പോലും നിർത്താൻ പാടില്ല. എല്ലാത്തിലും അങ്ങനെ ചെയ്യണം. ഇതിലൊന്നും എല്ലാ കളയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞതാണ്. എല്ലാത്തിലും നമ്മൾ അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ ശീതകാല പച്ചക്കറികളാണ്. നമ്മുടെ കാബേജും അതുപോലെ കോളിഫ്ലവറും ഒക്കെ. ഇത് കോളിഫ്ലവറാണ്, മറ്റേത് കാബേജാണ്. ഇതൊക്കെ ശീതകാല പച്ചക്കറികളാണ്. പക്ഷേ നമ്മൾ ഏത് സമയത്തും കൃഷി ചെയ്യും. അതിൻ്റെ രീതിയിൽ ചെയ്താൽ കിട്ടും. രണ്ടാമത് ചെയ്യേണ്ടത്, മുളകാണ് പ്രശ്നക്കാരൻ. മുളകിന് 1.5 ദിവസം വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കുക, ഇലയിലും താഴെയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിന് മുരടിപ്പ് വരും. ഒരു മാസം വരെ അങ്ങനെ 1.5 കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 10-12 പ്രാവശ്യമൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിലൊരിക്കൽ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ വെണ്ടയാണ്. വെണ്ടയ്ക്കൊരു സംഭവമുള്ളത്, ഈ വെണ്ട ഈ തൈയായിട്ട് വരുമ്പോൾ തന്നെ ഇതിൽ നിറയെ വെണ്ട മുട്ടുകൾ വരും. കണ്ടോ, ഇതിൽ മുട്ടുകൾ ഇങ്ങനെ നിറയെ വരും. ഈ മുട്ടുകൾ നമ്മൾ പറിച്ച് കളയണം. കണ്ടോ, മുട്ടുകൾ പറിച്ച് കളയണം. അല്ലെങ്കിൽ അത് 2-3 ട്രിപ്പ് അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരൊറ്റ വെണ്ടയ്ക്ക ഉണ്ടാവില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കും, മുകളിലേക്ക് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പൂവിടാനുള്ള ടെൻഡൻസി ചെടികൾ കാണിക്കും. അപ്പോഴാണ് നമ്മൾ മുട്ടത്തോടും പൊട്ടാഷിന് വേണ്ടിയിട്ട് ഉള്ളിത്തോലും കൊടുക്കുന്നത്. അത് വളമായിട്ട് കൊടുക്കാം. ഉള്ളിത്തോല് അത് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച്
അതിൻ്റെ സിറം എടുത്ത് സത്തെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ശരിക്ക് പൂത്ത് വരുന്ന ഒറ്റ പൂക്കൾ കൊഴിയാതെ അത് കായായിട്ട് മാറും. കായായിട്ട് മാറാനാണ് നമ്മൾ ഈ മുട്ടത്തോട് കൊടുക്കുന്നത്. കാൽഷ്യമാണത്. കാൽഷ്യം ഒരുപാട് ആവശ്യമാണ് ചെടികൾക്ക്. ഇനിയുള്ളൊരു പ്രധാന സംഭവമാണ് ശീമക്കൊന്നയുടെ ഇല. ഈ ശീമക്കൊന്നയുടെ ഇല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സർക്കാർ അംഗീകരിച്ചതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ് ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ ഇത് നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്ന്, ഈ സൂര്യപ്രകാശം ഈ ഗ്രോ ബാഗിലേക്ക് അടിച്ചിട്ട് ഇതിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോകുന്നു. പ്രത്യേകിച്ചും ടെറസിൽ നിൽക്കുന്ന പച്ചക്കറികൾക്ക്. ടെറസിൽ നിൽക്കുന്ന പച്ചക്കറികൾ നമ്മൾ 2 നേരം നനയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം 2 നേരം ഒഴിക്കുക. അപ്പോൾ ഈ ഇല ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് ഇതിൽ ഭയങ്കര സ്മെല്ലാണ് ഈ ഇലയ്ക്ക്. ഈ ഇലയിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ഈ സ്മെല്ല് മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുമ്പോൾ ഈ ഇലകളുടെ അടിയിലിരിക്കുന്ന വെള്ളീച്ചയ്ക്ക് ഇത് സഹിക്കില്ല. വെള്ളീച്ച പിന്നെ ഇതിലേക്ക് വരില്ല. ഇനി ഒരാഴ്ച കഴിയുമ്പോഴോ നമ്മളെല്ലാം നനച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇത് ഇല പെട്ടെന്ന് ഉണങ്ങി പോവില്ല. 2 നേരം നനയ്ക്കുന്നതുകൊണ്ട് ഇല ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ പച്ച നിറത്തിലിരിക്കും. അതിൻ്റെ സ്മെല്ല് പോകാതെ നിലനിർത്തും. വെള്ളീച്ച വരില്ല, മുഞ്ഞ വരില്ല. പിന്നെ ഉള്ള കാര്യം, ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇല അളിഞ്ഞ് ഇതിൽ വളമായിട്ട് ചേരും. അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇല ഇട്ട് കൊടുക്കുക, കുറച്ച് ഇല ഇട്ട് കൊടുക്കുക. ഇതെല്ലാത്തിലും ചെയ്യണം. എനിക്കിത് വൈകിട്ട് ചെയ്യണം. ഇപ്പോൾ വെയിലാണ്, വൈകിട്ട് ഇത് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുക. 1 കിലോ ഈ പച്ച ഇല, ശീമക്കൊന്നയുടെ ഇല 1 കിലോ എടുത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ പുളിപ്പിച്ചിടുക. പിറ്റേ ദിവസം അതെടുത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കീടബാധ ഒരുവിധം മാറിക്കിട്ടും. പക്ഷേ 2-3 ദിവസം കഴിയാൻ വച്ചേക്കരുത്. ഭയങ്കര സ്മെല്ലായിരിക്കും. ആ പരിസരത്ത് പോലും ആർക്കും നിൽക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം എടുത്താൽ സ്മെല്ല് കുറഞ്ഞു കിട്ടും. അല്ല, നിങ്ങൾക്കത് സഹിക്കാൻ പറ്റും. ടെറസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 3 ദിവസമൊക്കെ പുളിപ്പിച്ചതിന് ശേഷം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ശീമക്കൊന്നയുടെ ഇല നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ടൗണിൽ മിക്കവാറും സ്ഥലങ്ങളിലില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നോട് ഒരാൾ ഇതിൻ്റെ ശീമക്കൊന്നയുടെ ഒരു കമ്പ് തരാമോ, ഞങ്ങൾക്ക് നടാനാണ്, ഈ സാധനം കിട്ടാനില്ല, ഇത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. കൃഷി ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇതിൻ്റെ ആഗ്രഹമുള്ളൂ, അല്ലാത്തവർക്ക് ആഗ്രഹമില്ല. നന്നായി ചവറ് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ തണൽ അതുപോലെ കിട്ടുന്ന സാധനമാണ്. വളരെ നല്ലതാണ് ഉപയോഗിക്കുക. ഞാൻ അയാൾക്കൊരു കമ്പ് കൊടുത്തിരുന്നു. പൈസയ്ക്കൊന്നുമല്ല കേട്ടോ, വെറുതെ അയച്ചു കൊടുത്തതാണ്. അന്ന് സാധാ പാഴ്സലാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. 500 ഗ്രാം അയച്ചാൽ 19 രൂപയുള്ളൂ. ഇന്ന് 500 ഗ്രാം അയക്കണമെങ്കിൽ 70 രൂപയാണ്, 66 രൂപയാണ് വില. അല്പം കൂടെ കൂടിയാൽ 100 രൂപയിലേക്ക് കിടക്കും. അതുകൊണ്ട് പോസ്റ്റലായിട്ട്, സ്പീഡ് പോസ്റ്റിലൊക്കെ അയക്കാൻ ഭയങ്കര ചിലവാണ്. ഇതുപോലെ വെള്ളീച്ചയും മുഞ്ഞയൊക്കെ തടയാൻ പറ്റിയൊരു സാധനമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ 1 പിടി ഈ ഗ്രോ ബാഗിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ അതൊരു 2 ആഴ്ചയ്ക്ക് അതിൻ്റെ സ്മെല്ല് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും. അത് വെള്ളീച്ച വരാൻ മടിക്കും. വെള്ളീച്ച എന്നല്ല, ഒരുവിധം കീടങ്ങളെല്ലാം വരാൻ മടിക്കും. തന്നെയല്ല, വേപ്പിൻ പിണ്ണാക്ക് നല്ല വളവും കൂടിയാണ്. അപ്പോൾ നമ്മളതിട്ടാൽ വേസ്റ്റ് ആകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ ശീമക്കൊന്നയുടെ ഇല കിട്ടാനില്ലാത്തവർ അത് തന്നെ ചെയ്യുക. വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിച്ചിടുക. വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ വില കൂടിയത് വാങ്ങിക്കേണ്ട. ഈ കുരു പൊടിച്ചതിന് വില കൂടുതലാണ്. അതിൻ്റെ തൊണ്ടുണ്ട് വേപ്പിൻ പിണ്ണാക്ക്, തൊണ്ട് പൊടിച്ചത് കിട്ടും. ആ തൊണ്ട് പൊടിച്ചത് ആണ് ഇതിന് ഉപയോഗിക്കാൻ നല്ലത്. കാരണം പണച്ചെലവ് വളരെ കുറവായിരിക്കും. പിന്നെ വിത്തുകൾ നടാൻ ശ്രമിക്കുമ്പോൾ സൂഡോമോണസ് ലായനിയിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ മുക്കി വയ്ക്കുക. എല്ലാ വിത്തും ഒരേ രീതിയിലാവരുത്. ഇപ്പോൾ പാവൽ പടവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം, 1 ദിവസം മുഴുവനും വെള്ളത്തിൽ മുക്കി വയ്ക്കണം. 2 ദിവസം തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കണം, കോട്ടൺ തുണിയിൽ. എന്നാൽ പയറാണെങ്കിൽ 1 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി, 2 മണിക്കൂർ പൊതിഞ്ഞ് വെച്ചാൽ മതി. അതിന് മുള വന്നു കൊടുക്കും. അപ്പോൾ ഉപയോഗിക്കുക. അങ്ങനെ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. അത് അറിഞ്ഞ് വേണം ചെയ്യാൻ. എല്ലാ ദിവസവും ചെടിയുടെ അടുത്തേ കൂടി ഒന്ന് പാസ് ചെയ്യുക. ചെടിക്ക് എന്തെങ്കിലും കീടബാധയുണ്ടോ, എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നറിയാം. ഞാൻ രാവിലെ പല്ല് തേക്കാൻ ഇറങ്ങുമ്പോൾ 1/2 മണിക്കൂറാണ് എനിക്ക് പല്ല് തേക്കാൻ വേണ്ടത്. ആ 1/2 മണിക്കൂർ ഈ ചെടികളെയാണ് ഞാൻ നോക്കുന്നത്. അത് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയതുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടാവാം, ഒന്ന് കമൻറ്റ് ചെയ്യുക. തിരിച്ചു വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.